കാസർഗോഡ് കാഞ്ഞിരപ്പൊയിൽ ചരിത്രാതീത കാലത്തിലെ പാദമുദ്രകളും മനുഷ്യരൂപവും കണ്ടെത്തി. 2000-ഓളം വർഷം പഴക്കമുള്ള ശിലാചിത്രങ്ങൾ മടിക്കൈ ഗ്രാമപഞ്ചായത്തിന്റെയും കേരളത്തിന്റെയും ചരിത്രാതീത കാലത്തെ സംസ്കാരത്തിന്റെ നേർക്കാഴ്ചകളായി മാറുന്നു. കാഞ്ഞിരപ്പൊയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് മഹാശിലാ കാലഘട്ടത്തിൽ നിർമ്മിച്ചതെന്ന് കരുതുന്ന പാറയിൽ കൊത്തിയെടുത്ത ചവിട്ടടയാളങ്ങൾ കണ്ടെത്തിയത്. പ്രാദേശിക പുരാവസ്തു നിരീക്ഷകനായ സതീശൻ കാളിയാനം, പുരാവസ്തു ഗവേഷകനായ പ്രൊഫസർ അജിത് കുമാർ, ചരിത്ര ഗവേഷകനായ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് എന്നിവരാണ് പാറപ്പുറത്ത് വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്കിടയിൽ പുരാതന സംസ്കാരത്തിന്റെ വിസ്മയകരമായ തെളിവുകൾ തിരിച്ചറിഞ്ഞത്. 24 ജോഡി കാൽപാദങ്ങളും ഒരു മനുഷ്യരൂപവുമാണ് പാറയിൽ ഇരുമ്പായുധങ്ങൾ കൊണ്ട് കുറിയിട്ട നിലയിലുള്ളത്. 6 മുതൽ 10 ഇഞ്ച് വരെ നീളത്തിലുള്ളതാണ് കാൽപാദങ്ങൾ എന്നത് കുട്ടികളുടെയും പ്രായമായവരുടെയും കാൽപാദങ്ങളാണ് ചിത്രീകരിച്ചത് എന്നതിന് തെളിവാണ്. കാൽപാദങ്ങൾ അവസാനിക്കുന്നിടത്ത് ഒരു മനുഷ്യരൂപവും കൊത്തിവെച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ പഞ്ചായത്തിലെ കാഞ്ഞിരപ്പൊയിൽ എന്ന് പറഞ്ഞ കാഞ്ഞിരപ്പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പാറയിൽ കാൽപാദങ്ങൾ ഒരു കുറച്ച് വ്യാപകമായിട്ട് ഒരു സ്ഥലത്ത് കാൽപാദങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 24 പേർ കാൽപാദങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു ചെറിയ മനുഷ്യരൂപവും അതിനകത്ത് കൊത്തിയതായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. അപ്പം കാൽപാദങ്ങൾ സാധാരണഗതിയിൽ മരിച്ച ആത്മാക്കളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതേപോലത്തെ കാൽപാദങ്ങൾ എന്താ പറയുക ഹ്യൂമൻ രൂപങ്ങളുമായിട്ട് ഇപ്പം സൗത്ത് കനറ ഡിസ്ട്രിക്റ്റിൽ നിന്ന് 2-3 സൈറ്റ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ തന്നെ അടുത്ത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ആര്യാറ്റിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും നമുക്ക് ഈ മനുഷ്യരൂപങ്ങൾ കിട്ടിയിട്ടുണ്ട്. ക്യൂപ്യൂൾസും കിട്ടിയിട്ടുണ്ട്. ഇവിടെയും ആ ക്യൂപ്യൂൾ എന്ന് പറയുന്ന ചെറിയ മണ്ണിൽ കുഴിച്ച കുഴികളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മെഗാലിത്തിക് പീരീഡിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. മരിച്ച ആത്മാക്കളുള്ള ആദരസൂചകവും ആവാം ഈ ഒരു കാൽപാദം പണി കഴിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ വിശ്വാസം അനുസരിച്ച് അതൊരു ദേവിയുടെ ഒരു ഇതുമായിട്ടാണ് അവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാരെ അതിനെ വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അത് അറിയപ്പെടുന്നത് അതുമായിട്ടുള്ള രീതിയിലാണ്. പക്ഷേ അതിനെക്കാട്ടി പഴക്കമുള്ള ഒരു സംഭവമായിട്ടാണ് തോന്നിയത് കാൽപാദങ്ങൾ. ഇത് പല സൈറ്റിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എരിക്കുളത്ത് തന്നെ വേറെ ഒരിടത്ത് കാൽപാദങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പം കാൽപാദങ്ങൾ ഇങ്ങനത്തെ ഒരു ആൻസെസ്റ്റർ വർഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ബുദ്ധിസത്തിലും ജൈനിസത്തിലും നമുക്കിതുപോലെ കാൽപാദങ്ങൾ ജൈൻ മുനികളുടെയും ബുദ്ധൻ്റെ കാൽപാദങ്ങളൊക്കെ വർഷിപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് സ്കൾപ്ചേഴ്സിൽ. മനുഷ്യരൂപത്തിന്റെ ചുറ്റിലുമായി വൃത്താകൃതിയിലുള്ള 4 കുഴികളും കാണപ്പെടുന്നുണ്ട്. സമാനമായ ശിലാചിത്രങ്ങൾ ഉടുപ്പി ജില്ലയിലെ അവലക്കിപ്പാറയിൽ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് നടത്തിയ നിരീക്ഷണങ്ങളിൽ സമീപത്തുള്ള കോതോട്ടുപാറയിൽ തോരണത്തിന്റെ ആകൃതിയിലുള്ള ശിലാചിത്രവും കണ്ടെത്തി. കാസർഗോഡ് ജില്ലയിലെ എരിക്കുളം വലിയ പാറയിലെ തോരണങ്ങളും ബംഗളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് കാണപ്പെടുന്ന പായുന്ന പുലിയുടെ രൂപവും ചീമേനി അരിയിട്ട പാറയിലെ 2 മനുഷ്യരൂപങ്ങളും കാളകളുടെയും മറ്റു മൃഗങ്ങളുടെയും രൂപങ്ങളും, കണ്ണൂർ ജില്ലയിലെ ഏറ്റുകുടക്കയിലുള്ള കാളകളുടെ രൂപവും വയനാട് ജില്ലയിലെ ഇടക്കൽ ഗുഹയിൽ കാണപ്പെടുന്ന രൂപങ്ങളുമാണ് ഉത്തര കേരളത്തിൽ നിന്ന് മുൻകാലങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള മഹാശിലാ കാലഘട്ടത്തിലേതെന്ന് കരുതുന്ന ശിലാചിത്രങ്ങൾ.